ഹേ ഗായ്സ്, ഇന്ന് ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. എണീക്കുമ്പോൾ തന്നെ ഞാൻ മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചത് കുടിക്കും. അപ്പം അത് എല്ലാം ഇട്ട് വെച്ച് ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും ഉമ്മച്ചിയായിരുന്നു കേട്ടോ കുക്കിംഗ് ഒക്കെ. രാവിലെ തന്നെ വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ കാണിക്കുന്നത് ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനിടയിൽ പോയി കാപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പവും ചിക്കൻ കറിയും ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മച്ചിനെയൊക്കെ ബിരിയാണി വെക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞാനാണ് ഓൾറെഡി വെക്കുന്നത്, ഉമ്മ എന്നെയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ രാവിലത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ളത് മസാല എല്ലാം ഇട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒന്ന് ലെമൺ ജ്യൂസും കൂടിയൊക്കെ ഒഴിച്ച് അത് മാറ്റി പിന്നെ ഓയിലൊന്ന് അതായത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റുക. പിന്നെ അതിനുശേഷം ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ഒരു ചോപ്പ് ചെയ്ത പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചതച്ച ഇഞ്ചിയും ഗാർലിക്കിൻ്റെ പേസ്റ്റുമാണ് കേട്ടോ ചേർക്കുന്നത്. കിച്ചൺ ടച്ചിൻ്റെയാണ്, നല്ല ഇതാണ് കേട്ടോ ഈ ഒരു പേസ്റ്റ്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മസാല ഐറ്റംസ് ചേർക്കാം. കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ആ ചിക്കൻ ഇതിലേക്കിട്ട് ഇതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച ചൂടുവെള്ളം ഒരു അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഞാൻ അതിനിടയിൽ വാട്ടർ ലെമൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം വന്നതിന് ശേഷം ചിക്കൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലയും കൂടി ഇട്ടിട്ട് വേണം ഈ ഒരു റൈസ് അതിനെ പുറത്ത് ഇടാനായിട്ട് കേട്ടോ. പിന്നെ ചോറെല്ലാം അതിനെ പുറത്തേക്കിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ഫ്രൈഡ് ഓണിയനും കസ്മിസൊക്കെ വെച്ചിട്ട് പിന്നെ ക്യാഷ്നട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് ഒരു യെല്ലോ ഫ്ലേവേർഡ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കളർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുക്കലായിരുന്നു കുറച്ച് നേരം. അപ്പം മക്കൾക്ക് ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടൊക്കെ നിർത്തി മാറ്റിയും തിരിച്ചൊക്കെ രണ്ടുപേരും ഫോട്ടോയൊക്കെ കുറേ നേരം എടുത്തു കേട്ടോ ഇക്കാക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മക്കളെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറേ നേരം കുറച്ച് ഇൻസ്റ്റയിലും അതിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പായസം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച് സേമിയ ചേർത്തതിന് ശേഷം പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൈസൻസും ക്യാഷ്നട്ടും ചേർത്ത് അപ്പം ഫൈനലി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ കുടിച്ചത്. അപ്പം പിന്നെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈവനിങ് ആയി. ഇപ്പോൾ ഈവനിങ് ഇവിടെ കയ്യൊറട്ടി എന്ന് പറയും, ഒറട്ടിയും ഉള്ളിക്കറിയും ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.